കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. അപ്പോൾ നമ്മൾ 10ാമത്തെ ശ്ലോകമാണ് ചെയ്തത്. വളരെ വിചിത്രമായിട്ട് ദേവിയുടെ ആ ഒരു ശക്തി അല്ലേ പറഞ്ഞാൽ നമ്മൾ, അതായത് തൻ്റെ നേർക്ക് വരുന്ന ആ കൊമ്പന ആനയും ആനയുടെ പുറത്തിരിക്കുന്ന പോരാളികളെയും ആനയുടെ പിന്നിൽ നടക്കണ പാപ്പാന്മാരെയും തോട്ടിയെടുത്ത് ആനയുടെ 2 ഭാഗത്ത് നടക്കണ തോട്ടിയെടുത്ത് നടക്കണവരെയും ആനയുടെ മേലുള്ള മണികളെയും ഒക്കെ കിട്ടും ഒറ്റ കൈകൊണ്ട് ദേവി ചുറ്റി പിടിച്ച് ദേവിയുടെ വായിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലേ. ഭദ്രകാളി ആയിട്ട് വന്നിട്ട് ആനയൊക്കെ ഒരു കൈ കൊണ്ട് എടുത്തിട്ട് വായിലേക്ക് അങ്ങോട്ട് ഇട്ടു എന്ന് വെച്ചാൽ അത്ര ഒരു, അതായത് ഭൂമി ആകാശത്തിനോളം വലുതാണ് വായ. നമുക്കത് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ആനയൊക്കെ എടുത്ത് വായലിടുന്നുണ്ടല്ലോ. ഇനി നമുക്ക് 11 വായിക്കാം കേട്ടോ. അതാണ് നമ്മൾ ചെയ്തത്. തഥൈവ യൗധതുരഗൈ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈർ ചർവയത്യതിഭൈരവം തഥാ ഏവ യൗധതുരഗൈഹി, അതായത് അതേപോലെ തന്നെ കുതിരപ്പുറത്ത് വരുന്ന പടയാളികളോടും തേരാളിയോടും, തേരും കുതിരയും കുതിരപ്പുറത്തിരിക്കുന്ന പടയാളികളെയും അല്ലെങ്കിൽ തേരുമ്പിലിരിക്കുന്ന പടയാളികളും എന്താ വെച്ചാൽ കുതിരപ്പുറത്തിരിക്കുന്ന പടയാളികളെയും തേരാളിയും ആ തേരും മുഴുവനെ വായിലേക്ക് ഇട്ടിട്ട് ദശനൈഹി അതിഭൈരവം ചർവതീസ്മ. എന്താണ് പറഞ്ഞ യൗധതുരഗൈഹി, അതായത് എന്താണ് ഈ സാരഥിയും രഥത്തിൻ്റെ സാരഥിയും രഥം തളിക്കണ കുതിരയും കുതിരപ്പുറത്തിരിക്കണ പോരാളികളെയും ആ രഥം മുഴുവനെയും വായിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെയോ ദശനൈഹി പല്ലുകൊണ്ട് അതിഭൈരവം ചർവതീസ്മ ഭയങ്കര ശബ്ദത്തോടു കൂടി അങ്ങോട്ട് ചവയ്ക്കുക, അതായത് കടിച്ച് മുറിക്കുകയാണ്. രഥവും രഥത്തിലത്തെ സാരഥിയും കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്ന തേരാളികളെയും എല്ലാവരെയും കൂടി വായലിട്ടിട്ട് കട്ടപ്പട്ടാന്ന് കടിച്ച് ചവച്ചു. തഥൈവ യൗധതുരഗൈ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈർ ചർവയത്യതിഭൈരവം ചവച്ചുന്ന് പല്ലോണ്ട് കടിച്ച് ചവച്ചു. ഭഗവതിക്ക് അതൊക്കെ അത്ര നിസ്സാരം. അത് നമ്മളൊരു വറുത്തപ്പേരി എടുത്ത് കടിക്കണ പോലെ ഉള്ളൂ ഭഗവതിക്ക് ഈ രഥവും അത് മുഴുവനെ അല്ലെങ്കിൽ ആനയൊക്കെ വായിലിട്ട് കടിക്കണത്. അത്ര നിസ്സാരമാണ്. ഏകം 12 കേട്ടോ. ഏകം ജഗ്രാഹ കേശേഷു ഗ്രീവായാമധ ചാപരം പാദേനാക്രമ്യ ചൈവാന്യമുരസാന്യ അപോധയത്. ഏകം കേശേഷു ജഗ്രാഹ, ഒരു അസുരനെ എന്ത് ചെയ്തു, തലമുടി പിടിച്ച് വലിച്ച് ഒരൊറ്റയേറ്, അതായത് തലമുടി പിടിച്ചിട്ട് അങ്ങോട്ട് ചുഴറ്റിയിട്ട് ഒരാളെ. പിന്നെയോ അധ അപരം ഗ്രീവായാം ച, വേറൊരു യുദ്ധത്തിന് വന്ന ഒരു പോരാളിയുടെ കഴുത്ത് പിടിച്ച് എന്ത് ചെയ്തു, അപരം ഗ്രീവായാം ച കഴുത്ത് പിടിച്ച് ഞെക്കി എറിഞ്ഞു. പിന്നെയോ അന്യം പാതേന ഏവ ആക്രമ്യ ച, വേറൊരു അസുരനെ കാലോണ്ടം ചവിട്ടി ഭയങ്കരമായിട്ട്. അനവധി അസുരന്മാരിങ്ങനെ വന്നും കൊണ്ടേയിരിക്കുകയല്ലേ. ഉരസ അന്യം, വേറൊരു അസുരനെ മാറോണ്ടം അടിച്ചു, ഭഗവതിയുടെ മാറോണ്ട അവനെ അടിച്ചു. പിന്നെയോ അപോധയത്. ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോ പോരാളികളെ അസുരന്മാരെ ഭഗവതി കാലപുരിക്ക് അയച്ചു. ചിലരെ തലമുടിക്ക് പിടിച്ച് വലിച്ച് എറിഞ്ഞു, ചിലരെ കഴുത്ത് പിടിച്ച് ഞെക്കി എറിഞ്ഞു, ചിലരെ ഭഗവതിയുടെ കാലുകൊണ്ട് ചവിട്ടി തൊഴിച്ചു എന്നൊക്കെ പറയില്ലേ.
പിന്നെ ചിലരെ മാറുകൊണ്ട് തട്ടി അവരാക്കല്ല പോയി വീണു. ഇങ്ങനെ പലതരത്തിൽ ആക്രമിച്ചു നേരിട്ട് വന്ന പോരാളികളെ അസുരന്മാരെ. ഏകം ജഗ്രാഹ കേശേഷു ഗ്രീവായാമഥ ചാപരം പാദേനാക്രമ്യ ചൈവാന്യമുരസാൻ അതുകൊണ്ടാണ് ചൈന്യം ഉരസ പറഞ്ഞ മാറോണ്ട് ഉരസാന്യമപോധയത്ത്. ഇങ്ങനെ പലതരത്തിൽ അവരൊക്കെ കാലപുരിക്ക് അയച്ചു. 13 തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി മഹാസുരൈ മുഖേന ജഗ്രാഹരുഷ ദശനൈർ മഥിതാന്യഭി തൈ മഹാസുരൈ മുക്താനി ശസ്ത്രാണി മഹാസ്ത്രാണി, അതായത് ആ അസുരന്മാരെ പ്രയോഗിച്ച എല്ലാ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും, അതായത് മന്ത്രം ജപിച്ചയച്ചതാണെങ്കിലും വേണ്ടില്ല, വെറും സാധാരണ ശസ്ത്രങ്ങളാണെങ്കിലും വേണ്ടില്ല, അതിനെയൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വിട്ട് ഭഗവതിയുടെ നേർക്ക് വരണ സകല ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും ഭദ്രകാളി എന്തുകൊണ്ടാണ് പിടിച്ച് സാ മുഖേന ജഗ്രാഹ, തൻ്റെ വായ, തുറന്ന വായ, ആ പിളർന്ന വായ കൊണ്ട് അങ്ങോട്ട് പിടിച്ചു. എല്ലാറ്റിനെയും എങ്ങനെയാണ് എല്ലാ അസ്ത്രങ്ങളെയും തോൽപ്പിച്ചത്? വായലിക്കങ്ങോട്ട് സ്വീകരിച്ചിട്ട്. രുഷ ദശനൈഹി മഥിതാനി അഭി, എന്നിട്ട് വായയിലെത്തിക്കഴിഞ്ഞാൽ ആ അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയൊക്കെ കടിച്ചു തവിട്ട് പൊടിയാക്കി, കട്ടപ്പെട്ടാന്ന് കടിച്ചങ്ങോട്ട് പൊടിയാക്കി, കടിച്ച് ചവച്ച് കഷ്ണാക്കി. അങ്ങനെയാണ് ഭഗവതിക്ക് ഒരു അവനവനൊന്നും ചെയ്യും കൂടി വേണ്ട, വരണ അസ്ത്രങ്ങളെയൊക്കെ വായ പൊളിച്ചിട്ട് സ്വീകരിച്ചിട്ട് വായയിലെത്തിക്കഴിഞ്ഞതിനെ മുഴുവൻ, അതിപ്പോൾ മന്ത്രം ഉപയോഗിച്ചിട്ടുള്ള അസ്ത്രങ്ങളാണെങ്കിലും വെറും സാധാരണ അമ്പുകളാണെങ്കിലും എന്താണെങ്കിലും വായ കൊണ്ട് സ്വീകരിച്ച് വായയിൽ വെച്ച് കടിച്ച് ചവച്ച് എരിച്ച് ചെറുതാക്കി അല്ലെങ്കിൽ നുറുക്കി കഷ്ണാക്കി. തൈർമുക്താൻ, അതായത് ഇതൊക്കെ എന്തിനാ പറയണത് വെച്ചാൽ ഭഗവതിയുടെ ആ ഒരു അനന്തമായ ശക്തി. കാരണം ഈ ലോകത്തിൻ്റെ മുഴുവൻ ശക്തിയല്ലേ, ജഗജ്ജനനിയാണ്. ഈ എല്ലാം ഉണ്ടായത് ആ മാതാവിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു ജഗജ്ജനൻ്റെ ശക്തി കാണിക്കാനാണ് കേട്ടോ. ബലിനാം തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി മഹാസുരൈ മുഖേന ജഗ്രാഹരുഷ ദശനീർമഥിതാന്യഭി ബലിനം തദ്ബലം സർവമസുരാണം ദുരാത്മനം മമർദ്ദാഭക്ഷയച്ചാന്യാൻ അന്യാംശ്ചാതാടയത് തഥാ. എന്താ അറിയോ, ബലിനാം എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ളവരെ, നല്ല മഹാബലവാന്മാരും ദുരാത്മാനം ദുഷ്ടന്മാരും ആയ അസുരന്മാരുടെ തദ്ബലം, അവരുടെ ആ പടയെ, ഇവിടെ ബലം വെച്ചാൽ സൈന്യമാണ് കേട്ടോ, ശക്തി എന്നല്ല, രണ്ടാമത്തെ ബലം. ബലിനാം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ബലമുള്ള മഹാബലവാന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ള അസുരന്മാരുടെ തദ്ബലം, ആ സൈന്യത്തെ, സർവം ആ സൈന്യത്തിലത്തെ എല്ലാവരെയും മമർദ്ദ ഭഗവതി, സാച്ചാൽ അവൾ ചാൽ ഇവിടെ ഭഗവതി ഭദ്രകാളി, മമർദ്ദ ചാൽ അടിച്ച് ചതച്ചു. പിന്നെയോ അന്യാൻ അഭക്ഷയത്ത്, കുറേ ആൾക്കാരെ തിന്നു അല്ലേ. ആ പറഞ്ഞില്ലേ, ആനപ്പുറത്തിരിക്കണവരെയും പാപ്പാമാരെയും തോട്ടി പിടിച്ച് നടക്കണവരൊക്കെ തിന്നു പറഞ്ഞില്ലേ. പിന്നെ ഈ എന്താണ് തേരും അതിൻ്റെ മുകളിൽ കുതിരയുടെ മുകളിലിരിക്കണവരെ, അപ്പം അങ്ങനെ കുറേ ആളെ ഭക്ഷിച്ചു, കുറേ ആളെ എന്താണ് പറയുക, ദേവി ചതച്ചു കൊന്നു. പല ആയുധങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അവനവൻ്റെ ദേഹത്തിലത്തെ അവയവങ്ങളെ കൊണ്ടോ ചതച്ചു കൊന്നു, ചിലരെ ഭക്ഷിച്ചു കൊന്നു. തഥാ അന്യാൻ അതാടയത്, അതുപോലെ വേറെ ചിലരെ തല്ലിക്കൊന്നു. അതാടയത് പലതരത്തിൽ എങ്ങനെയായാലും അസുരന്മാരുടെ സൈന്യം മുഴുവനും നശിപ്പിച്ചു.
ബലിനാം തദ്ബലം സർവമസുരാണാം ദുരാത്മനാം മമർദ്ദാഭക്ഷയ ചാന്യാൻ അന്യാംശ്ചാദാടയത് അതാടയത് കഥ. ആ പലതരത്തിൽ കൊന്നു എന്ന് പറയുക, എന്തായാലും സൈന്യം മുഴുവൻ നശിപ്പിച്ചു എന്ന്. അസിനാനിഹതാം കേജിത്, ഇനി കഴിഞ്ഞിട്ടില്ലേ പറയാ, കേജിത് ഖട്വാംഗതാടിതാ ജഗ്മുർവിനാശമസുര ദന്താഗ്രാഭിഹതാസ്തഥ. എങ്ങനെയൊക്കെ കൊന്നു പറയാം. കേജിത് അസിനാ നിഹതാഹ, ചിലർ ദേവിയുടെ അസി പറഞ്ഞ വാളാണ്, വാള് കൊണ്ട് ഉള്ള വെട്ട് കൊണ്ടിട്ട് മരിച്ചു. കേജിത് അസുരാഹ, വേറെ ചില അസുരന്മാരെ ഖട്വാംഗതാടിതാഹ വിനാശം ജഗ്മുഹു, ഖട്വാംഗം കൊണ്ടുള്ള അടി കൊണ്ട് മരിച്ചു അല്ലെങ്കിൽ നശിച്ചു. അഥാ കേജിത്ത്, വേറെ ചിലർ ദന്താഗ്രാഭികതാം, പല്ലുകൊണ്ട് കടിച്ച് വധിക്കപ്പെട്ടു. പലതരത്തിലാണ്. ചിലരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു, ചിലരെ ഖട്വാംഗം കൊണ്ടടിച്ചു കൊന്നു, ചിലരെ പല്ലുകൊണ്ട് കടിച്ചു കൊന്നു. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. അസിനാനിഹതാ കേജിൽ കേജിത് ഖട്വാംഗതാടിതാഹ ജഗ്മുർവിനാശമസുരാ ദന്താഗ്രാഭിഹതാസ്തഥാ. അതായത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ വെച്ചാൽ, ദേവിയെ ആശ്രയിച്ചാൽ നമ്മളുടെ മനസ്സിൽ വരുന്ന എല്ലാ ദോഷങ്ങളെയും ശത്രുക്കളെയും ദേവി എത്ര ശക്തിയുള്ള ശത്രുക്കളാണെങ്കിലും എത്രയോ ജന്മത്തെ വാസനയാണെങ്കിലും അതിനെ ദേവി അകറ്റും. ക്ഷണേന തദ്ബലം സർവമസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോഭിദുദ്രാവ താം കാളീം അതിഭീഷണം. അസുരാണാം തദ്ബലം സർവം, അസുരന്മാരുടെ ആ സൈന്യം മുഴുവൻ ക്ഷണേന നിപാതിതം ദൃഷ്ട്വ, പെട്ടെന്ന് ദേവി നശിപ്പിച്ചത് കണ്ടപ്പോൾ ദൃഷ്ട്വ, എന്താ ആര്, ചണ്ഡൻ അതിഭീഷണാം താം കാളീം അഭിദുദ്രാവ. ആ സൈന്യം, അതായത് ഈ അസുരന്മാരുടെ സൈന്യം മുഴുവൻ ക്ഷണനേരം കൊണ്ട് ദേവി നശിപ്പിച്ചത് കണ്ടപ്പോൾ ചണ്ഡൻ ആ അതിഭയാനക രൂപത്തിലുള്ള ഭദ്രകാളിയുടെ നേർക്ക് അങ്ങട് അഭിദുദ്രാവ ഊട്ടിങ്ങട് അടുത്തു, നേർക്കങ്ങട് പാഞ്ഞടുത്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് സൈന്യത്തിന് മുഴുവൻ നഷ്ടപ്പെട്ടുല്ലോ. അപ്പോൾ ചണ്ഡന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ അതിഭയാനക രൂപത്തിലുള്ള ആ ദേവിയുടെ നേരെ ചണ്ഡൻ തന്നെ, ചണ്ഡൻ്റെ സൈന്യമല്ലല്ലോ, സൈന്യമൊക്കെ ചത്തുല്ലോ, ചണ്ഡൻ തന്നെ നേരിട്ട് ഭഗവതിയുടെ നേരെ അങ്ങട് ആഞ്ഞടുത്തു ഭഗവതിയായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. ക്ഷണേന തദ്ബലം സർവമസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോഭിദുദ്രാവ താം കാളീമതിഭീഷണാം. ശരവർഷൈർമഹാഭീമൈർഭീമാക്ഷീം താം മഹാസുര ഛാദയാമാസ ചക്രൈശ്ച മുണ്ട ക്ഷിപ്തൈ സഹസ്രശഃ. മഹാസുര ചണ്ഡ, ആ അതിഭയങ്കരനായിട്ടുള്ള ആ ചണ്ഡാസുരൻ ഭീമാക്ഷീം താം, അതായത് ഈ വലിയ കണ്ണുകളോടുള്ള ഈ ഭദ്രകാളിയുടെ ഭീമാക്ഷി, അക്ഷം എന്ന് പറഞ്ഞ കണ്ണാണല്ലോ, ഭീമാക്ഷി പേടിയവും അങ്ങനത്തെ കണ്ണുകളോട് കൂടിയ ഭദ്രകാളിയുടെ താം മഹാഭീമൈഹി ശരവർഷൈഹി ഛാദയാമാസ. ആ ഭദ്രകാളിയുടെ മേലെ കൂർത്ത വലിയ അമ്പുകൾ ശരവർഷം ഛാദയാമാസ. അതായത് ഭദ്രകാളി ഇങ്ങനെ ഈ ചണ്ഡൻ ദേഷ്യം വന്നിട്ട് നേരെ വന്നു പറഞ്ഞില്ലേ, എന്നിട്ട് ആ ചണ്ഡൻ വലിയ കണ്ണോടുകൂടിയ ഭദ്രകാളിയുടെ മേല് മുഴുവൻ ശരം അയച്ചിട്ട് ശരവർഷം കൊണ്ട് ഭദ്രകാളി അങ്ങോട്ട് മൂടി. ഭദ്രകാളിയുടെ ദേഹം, ഭദ്രകാളിയുടെ ശരീരം ഈ ചണ്ഡൻ്റെ ശരവർഷം കൊണ്ട് അങ്ങോട്ട് മൂടിയെന്ന്. മുണ്ടഹ സഹസ്രശഃ ക്ഷിപ്തൈഹി ചക്രൈഹി. അതായത് ചണ്ഡനും മുണ്ടനും ഉണ്ടല്ലോ, മുണ്ടൻ ആയിരക്കണക്കിന് ചക്രങ്ങൾ, മുണ്ടൻ്റെ ആയുധം ചക്രാപ്പോൾ, ആയിരക്കണക്കിന് ചക്രങ്ങൾ അയച്ചിട്ട്
ഈ ഭദ്രകാളിയുടെ താം ഛാദയാമാസ. ഇതുപോലെ തന്നെ ചണ്ഡൻ അസ്ത്രങ്ങൾ കൊണ്ട് ഭഗവതിയെ മൂടി, ശരവർഷം എന്ന് പറഞ്ഞുവല്ലോ, ശരങ്ങളെ കൊണ്ട് ഭഗവതിയുടെ ശരീരത്തിനെ മൂടിയപ്പോൾ മുണ്ടൻ ചക്രങ്ങളെ കൊണ്ട് ഭഗവതിയുടെ ശരീരത്തിനെ മൂടി. അതായത് ചണ്ഡൻ ശരങ്ങളെ കൊണ്ട് ആക്രമിച്ചു, മുണ്ടൻ ചക്രങ്ങളെ കൊണ്ടും ഭഗവതിയെ ആക്രമിച്ചു. അത്രയധികം അയച്ചു. അത് കാരണം ഭഗവതിയുടെ ഉടൽ മൂടാൻ തക്കോണം ചണ്ഡൻ്റെ ശരങ്ങളും ഭഗവതിയുടെ ഉടലും മൂടാൻ തക്കോണം മുണ്ടൻ്റെ ചക്രങ്ങളും വന്ന് വീണു എന്നാണ് പറഞ്ഞത്. ശരവർഷേർ മഹാഭീമേർ ഭീമാക്ഷിം താമാസുര ഛാദയാമാസ ചക്രൈശ്ച മുണ്ട ക്ഷിപ്തൈ സഹസ്രശഃ. ആയിരക്കണക്കിന് ചക്രങ്ങൾ കൊണ്ടാണ് മുണ്ട് ചെയ്തത് ഭദ്രകാളിയുടെ ശരീരം. താനി ചക്രാണ്യനേകാനി വിഷമാനാനി തന്മുഖം ബഭൂര്യഥാർക്കബിംബാനി സുബഹൂനി ഖനോദരം. കേട്ടോ, തന്മുഖം അതായത് തൻ്റെ ഈ മുണ്ടൻ ചക്രങ്ങളാണ് എറിഞ്ഞ പറഞ്ഞില്ലേ. തന്മുഖം വിഷമാനാനി, അതായത് തൻ്റെ ചക്രം ഈ കാളിയുടെ വായിലേക്ക് പോയിട്ട് താനി അനേകാനി ചക്രാണി ഖനോദരം വിഷമാനാനി സുബഹൂനി അർക്കബിംബാനി യഥാ തഥാ ബഭു. എന്താ പറയണ അറിയോ? ഈ മുണ്ടനെറിഞ്ഞ ഇങ്ങനെ നല്ല ഭയങ്കര മൂർച്ചയുള്ള തിളങ്ങണ ചക്രങ്ങളാണ് മുണ്ടനെ എറിഞ്ഞതേ. ആ ചക്രങ്ങൾ കാളി കറുത്ത നിറം നമ്മൾ പറഞ്ഞുല്ലോ, നമ്മളെ കാളിമ പിന്നെ ഡാർക്കാണല്ലോ. അങ്ങനെയുള്ള ഇരുണ്ട നിറമുള്ള കാളിയുടെ വായോണ്ട് അങ്ങട് അതൊക്കെ പിടിച്ചെടുത്തു. ആര്? ദേവി. ഈ മുണ്ടനയച്ച അനവധി തിളങ്ങണ കൂർത്ത ചക്രങ്ങളൊക്കെ ദേവി വായ കൊണ്ട് സ്വീകരിച്ച് എങ്ങനെ കണ്ട എന്താ തോന്നുക അറിയോ? ആ അനവധി പിന്നെ എന്താ പറയുക, അനവധി സൂര്യന്മാർ എങ്ങനെയാണ് ഈ മേഘത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ മേഘത്തിൻ്റെ ഉള്ളിലുള്ള അനവധി സൂര്യന്മാരെ പോലെ ഇങ്ങോട്ട് പ്രകാശിച്ചു എന്ന്. അതുപോലെയാണ്. അതായത് അല്ലെങ്കിൽ കുറച്ച് കറുത്തിട്ടുണ്ടൊരു ആകാശം മുഴുവൻ ഇതായിട്ടില്ല, അല്ലെങ്കിൽ ആകാശത്തെ മേഘങ്ങളുള്ള ഒരു ആകാശത്തെ എങ്ങനെ അനവധി സൂര്യന്മാർ ശോഭിച്ചു, അതുപോലെ ഈ ചക്രങ്ങൾ ദേവിയുടെ കറുത്ത മുഖമാണല്ലോ വായ. ആ വായയുടെ ഉള്ളിൽ ഈ ചക്രങ്ങൾ മേഘത്തിലെ അനവധി അർക്കബിംബങ്ങളെ എങ്ങനെ ശോഭിക്കുമോ അതുപോലെ ഈ അസുരനയച്ച തീക്ഷ്ണമായിട്ടുള്ള തിളക്കത്തോട് കൂടിയിട്ടുള്ള ആ ചക്രങ്ങൾ കണ്ടാൽ ശരിക്കും മേഘത്തിൻ്റെ ഉള്ളിലത്തെ അനവധി സൂര്യന്മാരിങ്ങനെ ഉദിച്ചിങ്ങനെ സൂര്യൻ്റെ പ്രഭ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള മേഘങ്ങളുടെ ഇടയ്ക്ക് അനവധി സൂര്യന്മാരെ, ഒരു സൂര്യനല്ല, മേഘങ്ങളുടെ ഇടയ്ക്ക് അനവധി സൂര്യന്മാരെ എങ്ങനെ പ്രകാശിക്കുമോ അതുപോലെ ഈ അസുരനയച്ച അതിതീക്ഷ്ണ ശോഭയോട് കൂടിയിട്ട് ചക്രങ്ങൾ ദേവിയുടെ ആ ഇരുണ്ട ദേഹമാണല്ലോ ആ കാളിയുടെ വായിൽ പ്രവേശിച്ചപ്പോൾ അങ്ങനെ തോന്നിയെന്ന് പറയുകയാണ്. അത്ര ഇതാണ്. താനി ചക്രാണ്യനേകാനി വിഷമാനാനി തന്മുഖം ബഭൂര്യഥാർക്കബിംബാനി സുബഹൂനി ഖനോദരം. മേഘങ്ങളുടെ ഇടയ്ക്ക് അനവധി സൂര്യൻ പ്രകാശത്ത് നിൽക്കണ പോലെ ദേവിയുടെ വായയിൽ ഈ അസുരനയച്ച അതിതീക്ഷ്ണ ശോഭയോടുകൂടിയ ചക്രങ്ങൾ ശോഭിച്ചു. തതോ ജഹാസാധിരുഷ ഭീമം ഭൈരവനാദിനി കാളി കരാളവദന ദുർദശനോജ്വല. തതഃ അതിനുശേഷം എന്താണ്? ഭൈരവനാദിനി, ഉറക്കെ അലറുന്ന നാദം, ഭൈരവനാദാണ്, ഭയാനകവും അങ്ങനെ ഉച്ചത്തിൽ ഗർജിക്കുന്ന കാളി, ആ ഭഗവതി അതിരുഷ ചന്ത അതിഭയങ്കരമായ കോപത്തോടെ ഭീമം ജഹാസ പേടിയാവാൻ തക്കോണം പൊട്ടിച്ചിരിച്ചു. നമ്മൾ പറയില്ലേ ഒരു പൈശാചികമായിട്ടുള്ള ചിരി എന്നൊക്കെ പറയുമല്ലോ, പേടിയാവണ തരത്തിലും ചിരിച്ചു ദേവി. അതായത് ഇപ്പം ഈ ഒരു സംഭവം ഇങ്ങനെ അനവധി ഇവർ രണ്ടാളും എറിഞ്ഞ് ദേവിയുടെ മേല് മുഴുവൻ ശരവർഷവും ചക്രവർഷവും ചെയ്തു പറഞ്ഞുല്ലോ.
അത് കഴിഞ്ഞതിന് ശേഷം ദേവി ഉറക്കം അങ്ങട് അലറിയിട്ട് പൊട്ടിച്ചിരിച്ചു. കരാളവദന, അതായത് കരാളവദന വെച്ചാൽ പേടിയും കണ്ടാൽ മുഖം, അതാണ് കരാളവദനയാണ്. ദശനോജ്വല, നേരെ നോക്കാൻ വയ്യ. നമുക്കൊരാളൊക്കെ ആ ഭയങ്കരങ്ങളായിട്ടുള്ള ദംഷ്ട്രയുണ്ടല്ലോ, ദശന പല്ല്, ആ ഭയങ്കരങ്ങളായിട്ടുള്ള ദംഷ്ട്രകൾ കൊണ്ട് ആർക്കും നേരെ നോക്കാൻ തന്നെ ധൈര്യം ഉണ്ടാവില്ല. അതുപോലെ ഭഗവതി അവിടെ ശോഭിച്ചു എന്ന്. അതായത് ദുഷ്ടന്മാരോട് എത്ര വേണമെങ്കിൽ ഭയങ്കര രൂപിണിയായിട്ടാണ് ദുഷ്ടന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ഭക്തന്മാരുടെ മുമ്പിൽ സൗമ്യമായിട്ടാണ്. ദേവിക്ക് എല്ലാ രൂപങ്ങളും എപ്പോൾ വേണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ ഈ അസുരന്മാർ ഇങ്ങനെയാണ് കണ്ടത്. എങ്ങനെ? ഉറക്കെ അലറി പേടിയാവന്ത കോണം പൊട്ടിച്ചിരിച്ചുകൊണ്ട്, മുഖത്തേക്ക് നോക്കാൻ തന്നെ വയ്യാത്ത വിധം ഭയങ്കരങ്ങളായിട്ട് ദംഷ്ട്രകൾ കൊണ്ട് ഭഗവതി അവിടെ വിളങ്ങി ഇവരുടെ മുമ്പിൽ. അതിഭയാനക രൂപത്തിൽ ഭഗവതി അസുരന്മാരുടെ മുമ്പിൽ വിളങ്ങി. തതോ ജഹ, അതും ഒരു ഭയങ്കര ഒരു ചിരിയും അല്ലേ, പേടിയാവണം ചിരിയും ചിരിച്ചും കൊണ്ട്, നോക്കാൻ വയ്യാത്ത വിധത്തിൽ ദംഷ്ട്രകളും പുറത്തേക്ക് വരുത്തിക്കൊണ്ട് അതിഭയാനക രൂപത്തിൽ ഭഗവതി അവിടെ വിളങ്ങി. തതോ ജഹാസാതിരുഷാ ഭീമം ഭൈരവനാദിനി കാളീ കരാളവദന ദുർദശനോജ്വല. നോക്കാൻ വയ്യാത്ത വിധം, ആർക്കും നോക്കാൻ വയ്യാത്ര പേടിയൊന്ന്. ഉത്ഖായ ച മഹാസിംസ കാളീ ചണ്ഡമഥാവത ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്ഥേനാസിനാച്ഛിനത്. കൊല്ലാണ്. എന്താ? സാ കാളി, ആ ഭദ്രകാളി, മഹാസിം, ആ വളരെ ശക്തിയുള്ള വാള അസി മഹാസിം, വാളിൻ്റെ ഉറയിൽ നിന്ന് ഉത്ഖായ, അതായത് ഭദ്രകാളി വാളിൻ്റെ ഉറയുന്ന വാളങ്ങോട്ട് വലിച്ചെടുത്ത് ഉത്ഖായ ചണ്ഡം അഥാവതാച്ച, ചണ്ഡൻ്റെ നേരെ അങ്ങോട്ട് പോയി, ചണ്ഡനോട് എതിർക്കാനായിട്ട് പോയി. എങ്ങനെ? വാള് ഉറയുന്ന ഊരി കയ്യെ പിടിച്ച് ചണ്ഡൻ്റെ നേർക്ക് പാഞ്ഞു. സാ അസ്യ കേശേഷു ഗൃഹീത്വ, എന്നിട്ട് ഭഗവതി ചണ്ഡൻ്റെ തലമുടി പിടിച്ച് വലിച്ച്, തലമുടിയിൽ പിടിച്ചിട്ട് തേന അസിന ശിരഹ അച്ഛിനത്, തലമുടി പിടിച്ചിട്ട് കഴുത്തങ്ങട് വെട്ടി കൊന്നു. ആരെ? ചണ്ഡനെ. ആ തല അങ്ങട് ഭഗവതി വാള് ഉറയുന്ന ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ വാള് ഉറയുന്ന അങ്ങോട്ട് ഊരി ആദ്യം ചണ്ഡൻ്റെ നേർക്കങ്ങോട്ട് പാഞ്ഞ് എത്തി ചണ്ഡൻ്റെ തലമുടി പിടിച്ച് കഴുത്ത് ഈ വാളോണ്ട് അങ്ങോട്ട് വെട്ടി വീഴ്ത്തിയിട്ടു അവിടെ. ഉത്ഖായ ച മഹാസിംസാ കാളീ ചണ്ഡമഥാവത ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്ഥേനാസിനാച്ഛിനത്. ആ അസി കൊണ്ട് വാളുറയിൽ നിന്ന് അത് ഊരി പിന്നെ വാളുകൊണ്ട് ചണ്ഡനെ വെട്ടിക്കൊന്നു. അഥ മുണ്ടോഭ്യധാവത് താം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം തമപ്യപാതയത് ഭൂമൗ ഖട്വാംഗാഭിഹതം രുഷ. മുണ്ടനെയും കൊല്ലും. ചണ്ഡം നിപാതിതം ദൃഷ്ട്വ, ചണ്ഡൻ വീണത് കണ്ടപ്പോൾ അഥഹ മുണ്ട, ആ മുണ്ടൻ താം അഭ്യധാവത്, ദേവിയുടെ നേർക്ക് ഓടിച്ചെന്നു. സാ തം അഭി, അവനെയും, ഭദ്രകാളി അതായത് ദേവി അവനെയും, സാ അഭി രുഷ ദേഷ്യത്തോടെ ഖട്വാംഗാഭിഹതം, ഖട്വാംഗം കൊണ്ട് അടിച്ച് ഭൂമൗ അപാതയത്, നിലത്ത് വീഴ്ത്തി. അതായത് ചണ്ഡൻ കൊല്ലപ്പെട്ടത്, വധിക്കപ്പെട്ടത് കണ്ടപ്പോൾ മുണ്ടൻ വേഗം ദേവിയുടെ നേർക്ക് ചെന്നു. അപ്പം മുണ്ടനെ ഖട്വാംഗം കൊണ്ട് അടിച്ചു വീഴ്ത്തി അതികോപത്തോടെ. അത്രയേ ഉള്ളൂ ഇതിൽ. അഥ മുണ്ടോഭ്യധാവത്താം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം തമപ്യപാതയത് ഭൂമൗ ഖട്വാംഗാഭിഹതം രുഷാ ഹതശേഷം തതഃ സൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടം ച സുമഹാവീര്യം ദിശോ ഭേജേ ഭയാതുരം. ചണ്ഡം സുമഹാവീര്യം മുണ്ടം ച നിപാതിതം ദൃഷ്ട്വാ, ചണ്ഡനും മുണ്ടനും
വധിക്കപ്പെട്ടത് കണ്ടപ്പോൾ തതഹ ഹതശേഷം ഭയാതുരം സൈന്യം ദിശഃ ഭേജെ. അപ്പോൾ ഇതുവരെ കൊല്ലപ്പെടാത്ത സൈന്യത്തിലത്തെ ബാക്കിയുള്ളവർ മുഴുവൻ പേടിച്ച് ഓടിപ്പോയി എന്ന്. 4 പാടും പാഞ്ഞു. സൈന്യം ദിശഃ ഭേജേന്ന്. അതായത് ചണ്ടനും മുണ്ടനും അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ദേവി വധിച്ചത് കണ്ടപ്പോൾ, അത്ര ശക്തിയുള്ളവരാണ് അവരെ വധിച്ചത് കണ്ടപ്പോൾ സൈന്യത്തിൽ കൊല്ലപ്പെടാതെ ശേഷിച്ചവരെ ജീവനും കൊണ്ട് ഓടി. ഹതശേഷം തതസൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടം ച സുമഹാവീര്യം ദിശോഭേജും ഭയാതുരാം. 4 പാടും ഓടി എന്നാണ് കേട്ടോ അതിൽ. അത്രയേ ഉള്ളൂ. നമുക്ക് ഈ അധ്യായങ്ങൾ തീർക്കാം. വെറും ഇതല്ലേ ഉള്ളൂ, യുദ്ധല്ലേ. ശിരശ്ചണ്ഡസ്യ സാ കാളി ഗൃഹീത്വാ മുണ്ടമേവ ച പ്രാഹ പ്രചണ്ഡ അട്ടഹാസ വിശ്രമഭ്യേത്യ ചണ്ഡികാം. സാ ച കാളി ചണ്ഡസ്യ ശിരഹ മുണ്ടം ച ഏവ ഗൃഹീത്വാ. ചണ്ഡൻ്റെയും മുണ്ടൻ്റെയും തല എടുത്തിട്ട്, തല കയ്യിൽ പിടിച്ചിട്ട്, പ്രചണ്ഡാട്ടഹാസമിശ്രം ചണ്ഡികാം അഭ്യേത്യ പ്രാഹ. വളരെ വലുതായിട്ട് ചിരിച്ചുകൊണ്ട്, അട്ടഹസിച്ചുകൊണ്ട് ചണ്ഡികാദേവി ഇരിക്കുന്നിടത്തേക്ക് അവിടെ എത്തി. അവിടെ നിന്നാണല്ലോ വന്നത്, അതിന്നല്ലേ ഭദ്രകാളി ഉണ്ടായത്. ആ ചണ്ഡികാദേവിയുടെ അടുത്ത് എത്തിയിട്ട് ദേവിയോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇതിൽ. അതായത് ചണ്ടൻ്റെയും മുണ്ടനെയും നിഷ്പ്രയാസം കൊന്നിട്ട് അവർ രണ്ടാളെയും തലയെടുത്തിട്ട് ഏത് ദേവിയിൽ നിന്നാണോ ഈ ഭദ്രകാളി ഉണ്ടായത് ആ ചണ്ഡികാദേവിയുടെ അടുത്ത് എത്തിയിട്ട് ഭദ്രകാളി ഇപ്രകാരം പറഞ്ഞു എന്നാണ്. ആ ദേവിയുടെ ഉള്ളിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ, അതിനല്ലേ വന്നത്. അപ്പം അതിന് ആ ദേവിയുടെ അടുത്ത് എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. ശിരശ്ചണ്ഡസ്യ സാ കാളി ഗൃഹീത്വാ മുണ്ടമേവ ച പ്രാഹ പ്രചണ്ഡാട്ടഹാസമിശ്രമഭേത്യ ചണ്ഡികാം. മയാ തവാത്രോപഹൃതൗ ചണ്ഡമുണ്ടൗ മഹാപശു യുദ്ധയജ്ഞേ സ്വയം സുംഭം നിസുംഭം ച ഹനിഷ്യസി. അത്ര തവ യുദ്ധയജ്ഞേ, ഇവിടെ ഈ യുദ്ധത്തിൽ മഹാപശു ചണ്ഡമുണ്ടൗ മയാ ഉപാഹൃത. അതായത് ബലിയർപ്പിക്കാനായിട്ട് ഞാൻ ഈ യുദ്ധമാകുന്ന യജ്ഞത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ചണ്ഡമുണ്ടന്മാരെന്ന ആ 2 വലിയ മൃഗങ്ങളെ ഞാൻ ഭവതിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് കൊന്നു. എന്നിട്ട് പറഞ്ഞു, ഈ യുദ്ധം ഒരു മഹായജ്ഞമായിട്ട് കരുതുകയാണെങ്കിൽ ഇവർ 2 ആളാണ് ബലി. ആ യാഗത്തിന് ബലി അർപ്പിക്കാനായിട്ട് ഞാൻ ചണ്ഡമുണ്ടന്മാരെ കൊണ്ടുവന്നിരിക്കുന്നു, വധിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. സുംഭം നിസുംഭം ച സ്വയം ഹനിഷ്യസി. സുംഭനെയും നിസുംഭനെയും ഇനി ഭഗവതി എന്നെ ഹനിച്ചോളൂ. ഞാൻ ചണ്ടനെ മുണ്ടനെ മാത്രം ഇപ്പോൾ വധിച്ചു കഴിഞ്ഞു. ഇനി സുംഭനും നിസുംഭനും ഉണ്ടല്ലോ, ആ സുംഭൻ നിസുംഭനെ അയച്ചതാണല്ലോ ഇവരെ. ഇനി ആ സുംഭനെയും നിസുംഭനെയും ഭവതി തന്നെ ഹനിച്ചാലും എന്ന് പറഞ്ഞു ഭദ്രകാളി. ഭദ്രകാളിയുടെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞു ചണ്ഡികോടെ. മയാ തവാത്രോപഹൃതൗ ചണ്ഡമുണ്ടൗ മഹാപശു യുദ്ധയജ്ഞേ സ്വയം സുംഭം നിസുംഭം ച ഹനിഷ്യസി. താവാനീതൗ തതോ ദൃഷ്ട്വാ ചണ്ഡമുണ്ടൗ മഹാസുരൗ ഉവാച കാളീം കല്യാണീം ലളിതം ചണ്ഡികാവച. അങ്ങനെ തൗ ചണ്ഡമുണ്ടൗ മഹാസുരൗ ആനീതൗ ദൃഷ്ട്വാ. ചണ്ഡമുണ്ടന്മാരെയും കൊണ്ട്, വധിക്കപ്പെട്ട ചണ്ഡമുണ്ടന്മാരെയും കൊണ്ട് വന്നിട്ടുള്ള ദേവിയെ കണ്ടിട്ട് തതഃ കല്യാണി ചണ്ഡിക കാളീം ലളിതം വചഃ ഉവാച. ആ മംഗളസ്വരൂപിണിയായിട്ടുള്ള ചണ്ഡികാദേവി എന്താണ് ഈ കാളിയോട് ഇപ്രകാരം പറഞ്ഞു, ലളിതമായിട്ട് പറഞ്ഞു എന്ന്. അതായത് കാളിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞുല്ലോ. അപ്പോൾ ചണ്ഡിയെ സന്തോഷമായി, ചണ്ഡമുണ്ടന്മാരെ നിഷ്പ്രയാസം കൊണ്ടുവന്നുല്ലോ അങ്ങടെ. അപ്പോൾ പറഞ്ഞു ഭദ്രകാളിയോട് ഈ ചണ്ഡികാദേവി. ആ ചണ്ഡികാദേവിയിൽ നിന്നാണ് കേട്ടോ ഭദ്രകാളി ഉണ്ടായത്, അത് ഓർമ്മിക്കണം. ചണ്ഡികാദേവി ആ കാളിയോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നുള്ള ശ്ലോകത്തോടു കൂടി നമ്മൾ ഈ അധ്യായം കഴിയിട്ടോ. ദേവി വാച യസ്മാ ചണ്ഡം ച മുണ്ടം ച ഗൃഹീത്വാ മാം ഉപാഗത ചാമുണ്ടേതി തതോ ലോകേ വിഖ്യാത ത്വം ഭവിഷ്യസി. അപ്പോൾ ഭദ്രകാളിയോട് എന്താ പറഞ്ഞറിയോ? യസ്മാത് ത്വം ചണ്ഡം ച മുണ്ടം ച ഗൃഹീത്വാ മാം ഉപഗതോ. അതായത് ദേവി പറഞ്ഞു, ചണ്ടൻ്റെയും മുണ്ടൻ്റെയും തലയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നതുകൊണ്ട്, യസ്മാത് ത്വം ചണ്ഡം ച മുണ്ടം ച ഗൃഹീത്വ. ചണ്ടനെയും മുണ്ടനെയും കൊന്ന അവരുടെ തലയും കൊണ്ട് വന്നില്ലേ,
മാം ഉപഗത, എൻ്റെ അടുത്ത് വന്നുല്ലോ, ഉപഗത അവൻ്റെ അടുത്തേക്ക് വന്നുല്ലോ. തതഹ, അതുകൊണ്ട് ത്വം ഭദ്രകാളി ലോകെ ചാമുണ്ട ഇതി വിഖ്യാത ഭവിഷ്യതി, അതുകൊണ്ട് ഭദ്രകാളി ഇനി ലോകത്തിൽ ചാമുണ്ടി എന്ന പേരിൽ, അല്ലെങ്കിൽ ചാമുണ്ട എന്ന പേരിൽ പ്രസിദ്ധമായിത്തീരും എന്ന് ഭദ്രകാളിയോട് അനുഗ്രഹിച്ചു. അവനവനിൽ നിന്ന് വന്ന ശക്തി തന്നെയാണ്. ആ ഭദ്രകാളിയോട് പറഞ്ഞു, നീ ചണ്ടനെയും മുണ്ടനെയും കൊന്ന് അവരുടെ തല എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ബലിയർപ്പിച്ചുവല്ലോ, ഒരു യുദ്ധയജ്ഞത്തിൻ്റെ ബലിയായിട്ട് സമർപ്പിച്ചില്ലേ, അത് കാരണം നിന്നെ എല്ലാവരും ചാമുണ്ട എന്ന പേരിൽ നീ പ്രസിദ്ധയായിത്തീരും, ചാമുണ്ടേശ്വരിയാവും, ചാമുണ്ട എന്ന പേരിൽ നീ പ്രസിദ്ധയായിത്തീരും എന്ന് പറഞ്ഞിട്ട് ദേവി ഇപ്രകാരം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. അതാണ് ചാമുണ്ടേശ്വരിയായത്. കാരണം ചണ്ടനെയും മുണ്ടനെയും കൊന്ന ശക്തി ഭദ്രകാളി ആണ് ചാമുണ്ടേശ്വരി. ആ ഭദ്രകാളി ഈ ചണ്ഡികയിൽ നിന്ന് തന്നെ വന്നതാണ്. അതുകൊണ്ടാണ് ഇനി നിശുംഭനെയും ചണ്ഡികനെ കൊന്നോളൂ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ 26ാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്ന് നിർത്താം. കുറച്ച് സമയം അധികമായി, അല്ലെങ്കിൽ പിന്നെ അത് അടുത്ത അധ്യായത്തിലേക്ക് ഇല്ല. ദേവ്യുവാച യസ്മാച്ചണ്ഡം ചമുണ്ടം ച ഗൃഹീത്വാ മാം ഉപാഗത ചാമുണ്ടേതി തതോ ലോകേ വിഖ്യാത ത്വം ഭവിഷ്യസി. അപ്പം നമുക്ക് ചണ്ഡികാദേവിക്ക് നമസ്കാരം, ചാമുണ്ടേശ്വരിക്ക് നമസ്കാരം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമ, ചണ്ഡികായൈ നമ, ചാമുണ്ടേശ്വര്यै നമ.